ഇത് ആറന്മുളയാണ്. ഇവിടെ വോട്ട് ചെയ്യാനല്ല, ചിലപ്പോൾ സർജറി നടത്താനാണ് കൂടുതൽ സാധ്യത. സംഭവം വേറെയൊന്നുമല്ല, ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കിക്ക് കെട്ടിവെക്കാനുള്ള തുക എത്തിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കഴിച്ച് തിരിച്ചു വന്ന ഉഷ ചേച്ചിയുടെ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന്. എന്തൊരു പൊളിറ്റിക്കൽ കണക്ഷൻ അല്ലേ! ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം തകരാറെന്ന് അബിൻ വർക്കി പറയുമ്പോൾ അതിനർത്ഥം പാവം ഉഷ ചേച്ചിയുടെ വയറ്റിൽ കിടന്ന കത്രിക ഇന്ന് നേരെ വീണ ജോർജ് ടീച്ചറുടെ മണ്ഡലത്തിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ്. കത്രിക വയറ്റിൽ വെച്ചവർക്ക് ഒരു വോട്ട്, ആ കത്രികയ്ക്ക് വേണ്ടി പണമടച്ചവർക്ക് ഒരു വോട്ട്. ആറന്മുളയിൽ ഇത്തവണ വോട്ടർമാർക്ക് കൺഫ്യൂഷൻ തീർക്കാൻ കത്രികയും സ്ഥാനാർത്ഥികളും റെഡി. അപ്പുറത്ത് BJPയിൽ നിന്നും കുമ്മനം രാജശേഖരൻ കൂടി വന്നതോടെ ആറന്മുളയിൽ ഇപ്പോൾ ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്റർ അന്തരീക്ഷമാണ്. മത്സരാർത്ഥിയാവാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന കുമ്മനം രാജശേഖരനെയും കെട്ടിച്ചുമന്നുകൊണ്ട് BJPക്കാർ സ്ഥാനാർത്ഥിയാക്കിയ മണ്ഡലമാണിത്. എന്നാൽ മറുചേരിയിലുള്ള LDFന്റെ സ്ഥാനാർത്ഥി വലിയ വിജയ സാധ്യതയിലാണ് മുന്നോട്ടു പോകുന്നത്. 2019 പാർലമെന്ററി ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിന് തോൽവിയേൽക്കേണ്ടി വന്ന വീണ ജോർജിന് ആറന്മുളയിൽ തിരിഞ്ഞു നോക്കേണ്ടേ വന്നിട്ടില്ല. 2016 7646 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയപ്പോൾ 2021 അത് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷമായി ഉയർത്താൻ വീണയ്ക്ക് കഴിഞ്ഞു. ഇതേ തുടർന്ന് KK ശൈലജയുടെ സ്ഥാനത്ത് ആരോഗ്യമന്ത്രിയായി സ്ഥാനമേറ്റ വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ പല വിവാദങ്ങളിൽ വന്ന് പെടുകയുണ്ടായി. ഇതിന് തുടർച്ചയായി കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തിനിടയിൽ കഴുത്തിന് പരിക്കേറ്റ വീണ ജോർജിനെ കേരളം കണ്ടു. ഇതോടെ മഹാനടിയായി വീണ ജോർജിനെ കോൺഗ്രസ് നേതാക്കൾ വാഴ്ത്തിപ്പാടി. ഈ സാഹചര്യത്തിലാണ് വീണ ജോർജ് ആറന്മുളയിലേക്ക് വീണ്ടും മത്സരിക്കാൻ എത്തുന്നത്. ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കും എന്നതിലുപരി വോട്ടെണ്ണി കഴിയുമ്പോൾ ആരുടെയൊക്കെ വയറ്റിൽ കത്രിക കുടുങ്ങുമെന്ന് കണ്ടറിയണം. ആറന്മുളയിൽ ഈ കത്രിക രാഷ്ട്രീയം കാണാൻ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ വോട്ടെടുപ്പ് എന്തായാലും ആറന്മുളയിൽ തകർപ്പനായിരിക്കും.